അണ്ണാ ടീഷർട്ട് അപ്ഡേറ്റ്. എടാ ഞാനൊരു സത്യം പറയട്ടെ നിങ്ങളുടെ ഞാനൊരു സത്യം പറയുകയാണെ, സത്യം പറയാൻ പോവാണ് ഞാൻ. ഇതൊരു ഭയങ്കര സത്യമാണ്. നിങ്ങൾ ഈ റീൽസ് ഒക്കെ തോണ്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും 15,000 രൂപയ്ക്ക് ടീഷർട്ട് ബിസിനസ് തുടങ്ങിയാലോ, ലക്ഷങ്ങൾ ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറേ പരസ്യം കാണുമല്ലോ. എൻ്റെ അപ്പോൾ അവനെ എൻ്റെ കൈക്കട്ടി അവൻ്റെ മുട്ടുകാലെ ഞാൻ തല്ലി ഓടിക്കും. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ, എനിക്കൊരു സാധനം എനിക്കൊരു സ്ഥാനമൊക്കെ തന്നു സഹൽ. നിന്നെ അനിയനായിട്ട് കണ്ടാൽ മതി. ആനന്ദ് അണ്ണ വണ്ടിയുടെ തുണി പൊക്കുന്നവൻ. ഞാൻ പറയട്ടെ ഗൈസ്, ഭയങ്കര എളുപ്പമാണ് ടീഷർട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ടീഷർട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ടീഷർട്ട് ബിസിനസ് ഞാൻ ഇന്ന് കണ്ടേ ഉള്ളൂ. എടാ ഇതൊന്നും കണ്ട് വെറുതെ പോവരുത്. ഇവന്മാരൊക്കെ മറ്റേ കോഴ്സ് വിൽക്കാനും നിങ്ങളെ ഓരോരുത്തന്മാരെ പരിചയപ്പെടുത്തി തരാനും എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തന്മാർ വരുന്നത്. ഇവന്മാരെന്ത് ചെയ്യുന്ന അറിയോ, നമ്മളെ ടീഷർട്ട് ബിസിനസ് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പരിപാടി ചെയ്യണേ. എൻ്റെ പൊന്നു മോനെ, ഞാനൊരു കാര്യം പറയാം. ടീഷർട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി എന്തൊക്കെ ചെയ്യാൻ പോവോ അതൊക്കെ പറഞ്ഞവനെ എനിക്കങ്ങ് ഓരോ നിമിഷവും ഇതാണ്. ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. ടീഷർട്ടിൻ്റെ തുണി നോക്കാൻ തിരുപ്പൂര് പോയി, തുണി കിട്ടിയില്ല, ചിലവ് 15,000. അപ്പം തന്നെ 15,000 രൂപ തീർന്നു. എന്നിട്ട് പോണ വഴിക്ക് ഈ വിനീത് ഒരു പാണ്ടിപ്പുണ്ടെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ച്. ഞാൻ ഉറക്കമായിരുന്നു. ഡേയ് തമ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ ചാടി എണീറ്റ് വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണ്ണീക്കണം, മനസ്സിലായോ? ഞാൻ ഉറക്കമായിരുന്നു. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ ചെറുതായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വശം തട്ടി. പക്ഷെ അവൻ്റെ വണ്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ വണ്ടിക്കകത്ത് ഹോൺ അഴിച്ച് ബാക്കി എല്ലാത്തിനും ശബ്ദമുണ്ട്. അങ്ങനെ ഒരു വണ്ടിയായിട്ടാണ് വന്നത്, മനസ്സിലായോ? അതിൽ കൊണ്ടുവന്ന് ഒരൊറ്റ ഇടി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് പുള്ളി ചാടി ഇറങ്ങി വന്നത്. ഞാൻ ഓർത്ത് എന്നെ കൈ വെച്ചത് കേട്ടാ. ഇത് എന്നെ പെട്ടെന്ന് ചാടി വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കിന് വണ്ടിക്കകത്ത് ഒരു 10-40 പേര് ആൾക്കാരെല്ലാവരും കൂടെ അവിടെ കൂടിയിട്ട് വണ്ടിക്ക് 5,000 രൂപ. ആ വണ്ടി മൊത്തത്തിൽ മേടിച്ചാൽ എനിക്കൊരു 4,999 രൂപയ്ക്ക് ആ വണ്ടി മേടിക്കാം, മനസ്സിലായോ? ആ വണ്ടിക്ക് അത് 5,000 രൂപ ഒരു തട്ടിന് ചോദിച്ച്. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നില്ലാത്ത ഒരു നമ്മുടെ കാറിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ബോബ്. ഉറക്കമായിരുന്നു അത്ര നേരം. പെട്ടെന്ന് BM അല്ലായിരുന്നു, സെൽട്ടോസിലായിരുന്നു. പെട്ടെന്ന് ബോബ് വെളിയിൽ നിന്ന് ചാടി ഇറങ്ങി വന്നിട്ട് ഡേ ഇത് നമ്മൾ തട്ടിയതല്ല ഡേ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഓർത്ത് ആ സമയത്ത് പുള്ളി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വരും. അത് പുറം ചൊറിയാനായിരുന്നു പുള്ളി കൈ പൊക്കിയത്. പക്ഷെ ഞാൻ വിചാരിച്ച ബാക്കിൽ നിന്ന് വെട്ടുകത്തി എടുക്കുമായിരിക്കും കേട്ടാ. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല, 5,000 രൂപ തരാമെന്ന് പറഞ്ഞ് 5,000 രൂപ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ടീഷർട്ട് ബിസിനസ്, അവിടെയാണ് ഞങ്ങളുടെ ഐശ്വര്യമായിട്ട് തുടങ്ങിയത്, മനസ്സിലായോ ഗൈസ്? ഓരോ പുണ്ടച്ചികൾ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ 15,000 രൂപയ്ക്കും ടീഷർട്ട് ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ഒരു മെഷീന് മാത്രം, ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിങ് മെഷീന്, നല്ലൊരു മെഷീന് 20,000 രൂപയാവും എങ്ങനെ പോയാലും. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണേ. ഇത് കൂടാതെ നിങ്ങൾക്ക് വെറുതെ ഒരു റീസെല്ലർ ആയാൽ മതിയെന്നുണ്ടെങ്കിൽ ചുമ്മാ ടീഷർട്ട് മെഷീൻ മേടിച്ച് പ്രിന്റ് ചെയ്ത് പോവാം. പക്ഷെ ഒരു ബ്രാൻഡായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ടാസ്ക് ഉണ്ട്. അതായത് നമ്മളിപ്പം ടീഷർട്ടിൻ്റെ കമ്പനിയുടെ ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡിങ് മാത്രം ചെയ്തപ്പം എനിക്ക് 40,000 രൂപയായി ബ്രാൻഡിങ്ങിന് മാത്രം. പിന്നെ നമ്മൾക്ക് ട്രേഡ് മാർക്ക് എടുക്കണം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വക്കീലിൻ്റെ ചാർജും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടി ഒരു 12,000 രൂപയായി ട്രേഡ് മാർക്ക് എടുത്തതിന്. പിന്നെ ബ്രാൻഡിങ്, മെഷീൻ മേടിച്ചത് എല്ലാം കൂടെ, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസൈനേഴ്സിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. വെബ്സൈറ്റിന് എങ്ങനെ എല്ലാം കൂടെ എൻ്റെ വെബ്സൈറ്റിന് ഒരു 70,000-80,000 രൂപയായിട്ടുണ്ടാവും എൻ്റെ വെബ്സൈറ്റിന്, മനസ്സിലായോ? 15,000 രൂപയ്ക്ക് ഷെഡിയുടെ ലേബലിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കാൻ പറ്റൂല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഈ റീല് കാണുന്ന അങ്ങനെയെങ്കിലും ആരെങ്കിലും റീൽ എടുത്തുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയണം, എന്നാ നീ ഒന്ന് കാണിച്ചു തരാൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എന്നാ നീ ഒന്ന് കാണിച്ചു തരാൻ. 15,000 രൂപയ്ക്ക് ക്ലോത്തും ഇതും എല്ലാം എടുത്ത് ടീഷർട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറയണം. ഇതിലും ഭേദം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ, ബസ് മേടിച്ചാൽ മതിയായിരുന്നു നമുക്ക്. ബസ് നോ മണി നോ ഹണി. സത്യം അത് തന്നെ കാര്യം. അണ്ണാ അപ്പം നാളെ കോളേജിൽ വെച്ച് കാണാം. ഓക്കെ ബൈ. ആദർശ് KS. അപ്പം നാളെ ആദർശ് KSൻ്റെ കോളേജിലാണ്. ഇന്നത്തെ ലൈവ് ഇട്ടപ്പോഴാണ് വിനീത് വിളിച്ചിട്ട് പറയണത് നാളെ ഒരു കോളേജിൽ നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാവിലെ 7 മണിക്ക് പോകണമെന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട്. ആദർശെ കോളേജ് വെച്ച് കാണാം. സെറ്റായിട്ട് വരാം. BMW കൊണ്ടുവരണോ, സെൽട്ടോസ് കൊണ്ടുവരണോ? BMW കൊണ്ടുവരണമെങ്കിൽ 5,000 രൂപ എക്സ്ട്രാ തരണം. കൃഷ്ണ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 50 റുപ്പീസ് സൂപ്പർ ചാറ്റ്. നോയൽ ബ്രോ താങ്ക് യു സോ മച്ച് 20. ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 15,000 രൂപ വെച്ചിട്ട് നല്ല പൈസ കൊട്ടും ബ്രോ. അനുഭവം കൊണ്ട് പറയണം. അതാണ് ബ്രോ, സത്യമാണ്. ഞാനും അനുഭവം കൊണ്ട് പറയാം ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വെറുതെ ഇറങ്ങിത്തിരിക്കരുത്. അതും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സും അതും ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ടീഷർട്ട് ബിസിനസ് 15,000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തവും പോയി, ഇതും പോയി.
മനസ്സിലായോ? പ്രശ്നമാണത്. വാച്ച് അവർ കൂട്ടിത്തരുമോ? ഹിഷാംസ് ഗെയിമിംഗ് വാച്ച് അവർ കൂട്ടിത്തരുമോ? അങ്ങനെ ഒരു സർവീസ് നമുക്കില്ല ബ്രോ. നമുക്കുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കിടിലം പ്രിന്റും ബഫ് പ്രിൻ്റൊക്കെ ഉള്ള ടീഷർട്ടുകളൊക്കെ തരാം. ഏത് ഏത് നിങ്ങളൊക്കെ ടീഷർട്ട് മേടിക്കണം കേട്ടാ. ടീഷർട്ട് മേടിക്കണം. നമ്മൾ 1000 പീസ് ഇറക്കുന്നുള്ളൂ കേട്ടോ. 3 ഡിസൈൻ ഉണ്ടാവും, 1000 പീസ്. ഫസ്റ്റ് ലോഞ്ച് അതാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ടിവിയുടെ മർച്ചൊക്കെ കൊണ്ടുവരത്തുള്ളൂ. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 449 വെൽക്കം സ്ട്രീം. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, പ്രപ്പോസ് ആക്കി അക്സെപ്റ്റ് ആയില്ല. രഞ്ജിത്ത്, വളരെ നല്ല കാര്യം. വേറെ വരും. ഒരു കടയിൽ കയറി ഒരു സാധനം മേടിക്കുന്നു, നമ്മൾ ഒരു സാധനം തപ്പി ഒരു കടയിൽ പോകുന്നു, അവിടെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ കടയിൽ പോയി സാധനം മേടിക്കും. അത്രേ ഉള്ളൂ രഞ്ജിത്തെ. ഒരെണ്ണം വരും. അണ്ണ അപ്പോഴേ പറഞ്ഞല്ലേ ബസ് എടുക്കാൻ. ആനന്ദേ, എടാ നിന്റെ ഈ തുണി പൊക്കലും നിന്റെ ഈ സൂപ്പർ ചാറ്റും എനിക്ക് വേണ്ട. നിന്നെ എനിക്കിപ്പോൾ കാണുന്നതേ ചെകുത്തുകട. സത്യം പറയാലോ. കൊളാബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണോ? ഡോക്ടർ ഹാഷിം സുന്നത്ത് ഹോസ്പിറ്റൽ. ഞാൻ ഒരു വട്ടം ഞാൻ സാധനം വെട്ടി കളഞ്ഞാണ് ബ്രോ. സീരിയസ് ആയിട്ട് ഞാൻ ലൈവിൽ ഒരു ചലഞ്ചിൽ തോറ്റ് ഇതായിട്ട് ഇനിയിപ്പം സുന്നത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേണ്ട. കൊളാബ് നന്ദിയുണ്ട്. 40 രൂപയ്ക്ക് നന്ദി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം. എല്ലാവർക്കും വെൽക്കം. ബ്രൈൻ റിവൽ 1000 റുപ്പീസ് ബ്രോ. ഒരു ടീഷർട്ട് റിവൽ അഡ്വാൻസ് വന്നേ കേട്ടാ. റിവൽ അഡ്വാൻസ് വന്നേ. 1000 രൂപ ടീഷർട്ടിന് അഡ്വാൻസ് വന്നേ. നമ്മുടെ ബഫ് പ്രിന്റ് ടീഷർട്ട്സ് ഒക്കെ 999 ആയിരിക്കും കേട്ടോ. 999. അപ്പൊ റിവലിന് ഫസ്റ്റ് ടീഷർട്ട് ആൻഡ് ഒരു റിവലിനാണ്. നമ്മുടെ ഗൈസ്. അതുപോലെ നിങ്ങളുടെ ഒരു കാര്യം പറയാനാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് വെബ്സൈറ്റ് മാത്രം ആക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. എനിക്ക് സ്റ്റോറിന് കട തുടങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഗെയിമിൽ കയറാവേ. അപ്പോൾ കട തുടങ്ങാൻ നമുക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു കേട്ടാ. പ്ലാൻ ഇല്ലാതെ ഇരുന്നപ്പം നമ്മളിങ്ങനെ ടീഷർട്ടിൻ്റെ കാര്യം ഓൺലൈൻ സ്റ്റോർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേട്ടാ കൂട്ടി പോയി മോളെ വെൽക്കം സ്ട്രീം ഇതായിട്ട് നിന്നപ്പോൾ സമയത്ത് നമ്മൾ ഇതിനകത്ത് GST എടുക്കാനും മറ്റേ എന്തോ കറണ്ട് അക്കൗണ്ട് എടുക്കണം. ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് എടുക്കണമല്ലോ നമുക്ക് ഈ ഇതിനകത്തൊക്കെ. കറണ്ട് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞു ബിൽഡിങ് വേണം, ബിൽഡിംഗ് ഒക്കെ കാണിക്കണം, എന്നാലേ അവർക്ക് മറ്റേ ഇത് തരാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ടപ്പം അതാണ് നമുക്ക് ആദ്യം വീട്ടിൽ തന്നെ ഒരു ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാക്കാം എന്നുള്ളൊരു രീതിയിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സെഡ് വണ്ണിൻ്റെ മുതലാളി എനിക്കൊരു കട ഫ്രീ ആയിട്ട് എഴുതി ഇങ്ങ് തന്നു. മോനെ നീ ബിസിനസ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു കടമുറി മൊത്തത്തിൽ ഇങ്ങ് തന്നു. ഒരു ഡെപ്പോസിറ്റ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് റെന്റ് ചെറിയ വലിയ കടയൊന്നും അല്ല, ചെറിയ കടയാണ്. അതുകൊണ്ട് പുള്ളി 4 കട എടുത്താണ്. അതിലൊരു കട നമുക്ക് തന്നു. പുള്ളി ഒരു കട നമുക്ക് തന്നിട്ട് പറഞ്ഞ് നീ തുടങ്ങിക്കോളെ, എല്ലാവരും സെറ്റായിട്ട് പൈസയൊക്കെ കൊടുത്താൽ മതി, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് എനിക്കൊരു കട എഴുതി ഇങ്ങ് തന്നു. 999 എടാ. 999 ബഫ്ഡ് മറ്റേ ഇതുപോലത്തെ ബഫ് പ്രിന്റ് ഒക്കെ വരുന്ന സാധനത്തിനാണ്, അല്ലാത്തതുകൊണ്ട്. അപ്പം പുള്ളി അത് തന്നപ്പോഴത്തേക്കിന് നമ്മളൊക്കെ സ്റ്റോറായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു സ്റ്റോറും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് സ്റ്റോറും വെബ്സൈറ്റും നമുക്ക് ഒരേ ദിവസമായിരിക്കും ലോഞ്ച് ആവുന്നത്. ആൻഡ് ഇനാഗുറേഷന് നമുക്ക് എല്ലാവരും വിളിക്കാം. കാസ്ട്രോയെയും സായിപ്പിനെയും അതുപോലെ തന്നെ തൊപ്പിയെയും എല്ലാവരോടും ഒരുമിച്ച് കൊണ്ടുവരാം, നമുക്ക് കത്തിക്കാം. ഏത് അണ്ണാ ഞാൻ മൂവണായി ശരത്, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിന്ന് മൂവണായി? എന്തിന്ന് നീ മൂവണായേ? പിന്നില്ലേ ഒരു ബടൺ പിന്നില്ലേ എന്നെ ഒരു മോഡാക്കാൻ പറ്റുമോ? സഹലെ ബി ആക്റ്റീവ് ഇൻ ചാറ്റ്, നമുക്ക് ാം. എന്നാ പിന്നെ എനിക്ക് പറഞ്ഞ ഫ്രാൻസിസ് ബ്രോ താങ്ക് യു സോ മച്ച് 1000 റുപ്പീസ്. അണ്ണാ ഇനി ഒരു ബസ് കൂടെ ബ്രാൻഡ് നെയിം ഒക്കെ. സമീഹേ വേണ്ട. സൈക്കോ എല്ലാവരും വിളിക്കാം. നിങ്ങളും എല്ലാവരും വരണം. അണ്ണാ കേസാവും. എടാ ആദ്യമേ പറഞ്ഞ് പേടിപ്പിക്കാടാ. കേസൊന്നും ആവില്ല. നമുക്ക് ഹണി റോസ് വരും. ഹണി റോസ് ഒന്നുമില്ല. ഹണി റോസ് ഇല്ല അണ്ണാ. മല്ലു വൈനർ കൊണ്ടുവരാം. ഞാൻ ജയിലിൽ പോയി കിടക്കണം, നിനക്കൊക്കെ കാണണം ഇനി അടുത്തത്. ബ്രോ ടീഷർട്ട് ലാസ്റ്റ് സൈസ് എത്രയാ ബ്രോ? ഇപ്പം കറൻ്റ്ലി നമ്മൾ സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി അതിനകത്ത് ഫോറം ഉണ്ടാവും. ഫോറത്തിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൈസ് നമ്മൾ ഒരു പ്രിൻ്റെങ്കിൽ ഒരു പ്രിൻ്റായിട്ട് എടുത്തു തരും ഉറപ്പായിട്ട്. എന്നാ നമുക്ക് ചെറിയൊരു കപ്പൽ എടുത്താലോ? എന്തൊക്കെ ബിസിനസ് ഐഡിയ ആണോ നിനക്കൊക്കെ? നിനക്കൊക്കെ എന്തൊക്കെ? നിങ്ങളൊക്കെ ഇങ്ങനെയാണോന്ന് അറിയത്തില്ല. എനിക്ക് രാത്രി ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് വെച്ച് തപ്പും.
തപ്പി അവസാനം വരുമ്പോൾ മനസ്സിലാവും നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന്. പിന്നെ ഞാൻ അതെൻ്റെ ഓർക്ക് പോലും ഇല്ല. പിന്നെ സത്യമായിട്ട് ഞാൻ പറയാണ്, അങ്ങനെ എന്തോരം ബിസിനസ് ഉണ്ടാകാൻ അറിയോ. 18 വയസ്സിൽ തുടങ്ങിയതാണ് ബിസിനസ് പ്ലാൻ. ഷെഡി കച്ചവടം, ഷെഡി ബ്രാക്കട തൊട്ട് കോഴിക്കട, ചായക്കട, മറ്റേ പട്ടിയെ വളർത്തുന്നത്, പട്ടിയെ ബേറ്റ് ചെയ്യുന്ന കട, എന്തൊക്കെ കടകളെ പറ്റി ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇതെല്ലാം മറന്നും പോകും. പ്ലാനൊക്കെ രാത്രിയിൽ ഇരുന്ന് കൂടുന്ന ദിവസം, അളിയാ നാളെ തൊട്ട് നമ്മൾ ടീഷർട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് രാത്രി പ്ലാൻ ചെയ്യുക. രാവിലെ ആകുമ്പോൾ ആ കിടന്നെടുത്ത് പൈസ കൊടുക്കാൻ പോലും കയ്യിലുണ്ടാവില്ല. അങ്ങനെയാണ് അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട്. അണ്ണാ റെഗുലർ അപ്ഡേറ്റ്, റെഗുലറിൻ്റെ അപ്ഡേറ്റ് ഇന്ന് രാത്രി 12 മണിക്ക് വരത്തുള്ളൂ ബ്രോ. അവർ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേക്കിന് പുതിയ ഇത് വരും, പ്ലേ സ്റ്റോറിലുണ്ടാവും. അപ്ഡേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെ ഉണ്ടായിരുന്ന കോമഡി കാർത്തിക് ബ്രോ? അവൻ എവിടെ പോയി? അവൻ ചെന്നൈയിൽ എന്തോ ആണ്. അവനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. അണ്ണാ ഞാൻ വൺ ഡേ പൈസ 10 റുപ്പീസ് ചോദിച്ചു, നൈറ്റ് ഓർക്കുന്നോ? ഓർക്കുന്നു അപ്പി ബ്രോ. ഞാൻ അന്നേരം 1000 രൂപ വെച്ച് തന്നായിരുന്നു. അതൊന്നും ഇവിടെ പറയണ്ട. അത് വേണ്ട. എന്നാൽ ഒരു ഷിപ്പ് എടുക്കുക, എല്ലാം എടുക്കാം. എനിക്ക് ഓൾറെഡി ഷിപ്പ് ഉണ്ടറാ, ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ ഉണ്ടായിരുന്നു. അണ്ണാ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ പൊട്ടിത്തെറിച്ചു. ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ പൊട്ടിത്തെറിച്ചോ? നിന്റെ കയ്യിലിരിപ്പിനേടാ, നിന്റെ തല പൊട്ടിത്തെറിക്കാത്തത് തന്നെ വലിയ ഭാഗ്യമാണ് ആനന്ദേ. നിന്റെ കൈ കിട്ടുന്ന നിന്റെ സ്വഭാവത്തിന് അത് പൊട്ടിത്തെറിച്ചത് തന്നെ എനിക്ക് അതിശയമൊന്നുമില്ല. അരവണ പൊട്ടിത്തെറിച്ചല്ലേ, നിന്റെ തല പൊട്ടിത്തെറിച്ച് പോകത്തിലാണ് എനിക്ക് അതിശയം. മനസ്സിലായോ? പത്മനാഭൻ കേബ്രോ താങ്ക് യു തോട്ടി. തൊപ്പിയെ ഉറപ്പായും കൊണ്ടുവരണേ അണ്ണാ പ്ലീസ്. തൊപ്പിയെ കൊണ്ടുവരാം. അണ്ണാ ഓയോ ബിസിനസ് തുടങ്ങുക, ഇനാഗ്രേഷൻ ചെയ്യുമോ, തുണി പൊക്കിയ ഒരാൾ എന്താന്ന് വെച്ചാൽ അണ്ണൻ്റെ ഇഷ്ടം പോലെയാണ്. എടാ ഓയോ ഒക്കെ പൂട്ടി. ഓയോ ഒന്നും ഇപ്പം ആർക്കും വേണ്ട. പിള്ളേർ സെറ്റൊന്നും കയറത്തില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ഓയോ ഒന്നും വേണ്ട. മനസ്സിലായോ? അതൊക്കെ പൊട്ടിപ്പോവും. അണ്ണാ ടീഷർട്ട് എനിക്കും. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 1799. അണ്ണാ ഒരു സ്പേസ് ഷിപ്പ് നോക്കിയാലോ? ഞാൻ ഓൾറെഡി ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വയ്യേ. അച്ഛനാ ബസ് സെയിലാക്കുന്നുണ്ട്, വേണോ? എടാ ബ്രോ ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, നിങ്ങൾ ഈ ബസ്സിൻ്റെ കാര്യം വിടണേ. എൻ്റെ ഇൻബോക്സിൽ മൊത്തം ഇപ്പം തമിഴ്നാട്ടിലും ഇന്ത്യയുടെ ഏത് മുക്കിൽ ബസ് കൊടുക്കണ്ടെങ്കിലും ഇപ്പോൾ അതാണ് എൻ്റെ ഇൻബോക്സിൽ. ദയവേത് ഇനി അത് പറയരുത് ഇനി ബസ്സിൻ്റെ കാര്യം. ഇത് വിനീതിന് ഇത് തന്നെ. അവൻ 5-6 വണ്ടിയും കൊണ്ടൊക്കെയാണ് വരുന്നത്. ദയവേത് ഇത് പറയല്ലേ ബ്രോ. സത്യമായിട്ട് ഞാൻ പറയാണ്, കേരളത്തിൽ എവിടെ ബസ് കൊടുക്കാനുണ്ടെങ്കിലും ഇപ്പോൾ ഈഗിൾ ഗെയിമിംഗ് ബസ് മേടിക്കാൻ നടക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ബസ് മുതലാളിമാരൊക്കെയാണ് മെസ്സേജ് അയക്കണത് എനിക്കിപ്പം. ദയവേത് പറയല്ലേ ബസ്സിൻ്റെ കാര്യം ഇനി. സെയിം ഡേ കല്യാണം കഴിച്ച പയ്യനാണേന്ന്.